നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പറയാൻ പോകുന്നത് ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയോടാണ്. വി.ഡി. സതീശൻ സർക്കാരിൽ ഏറ്റവും മികച്ച വകുപ്പ് ഏതാണ്, മികച്ച മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ മലയാളികൾക്ക് പറയാനുള്ളൂ. ആഭ്യന്തര വകുപ്പും അത് രമേശ് ചെന്നിത്തലയും. മികച്ച രീതിയിലാണ് ആ വകുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് കളങ്കം വരുത്തുന്ന രീതിയിൽ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ സേനയിലുണ്ട്. ഈ ക്രിമിനൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര മന്ത്രി തയ്യാറാകണം. പിണറായി വിജയന്റെ 10 വർഷക്കാലത്ത് നെറികെട്ട ഒരു കൂട്ടമായി പോലീസിലെ ഒരു കൂട്ടം ക്രിമിനൽ പോലീസുകാർ മാറിയിരുന്നു. അതേ രീതിയിലേക്കാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലും പോലീസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനം പ്രതികരിച്ച് രംഗത്തേക്ക് വരും. ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ചില ഉദ്യോഗസ്ഥർ കാക്കിയിട്ട് കഴിഞ്ഞാൽ അവർ കാട്ടാളന്മാരായി മാറുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ടവർ വേട്ടക്കാരായാൽ എന്തായിരിക്കും സ്ഥിതി? കുതിര കയറുന്നതും നെഞ്ചത്തോട്ട് ചെന്ന് കയറാൻ പോകുന്നതും സാധാരണക്കാരന്റെ മെക്കിട്ടാണ്. പ്രിവിലേജ് ഉള്ളവനെ ഒന്നും ഈ കാക്കിയിട്ട ഗുണ്ടകൾ തൊടില്ല. എല്ലാ പോലീസുകാരെയും അല്ല, സേനയിലെ ഒരു കൂട്ടം പോലീസുകാരെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നാൽ ഏമാന്മാർ ഒന്ന് ഓർക്കുക, ഈ ഗുണ്ടായിസം കാണിക്കുന്ന ഏമാന്മാരോടാണ്. പണ്ടത്തെ കാലമൊന്നുമല്ല. അതായത് പണ്ട് ട്രൗസർ ഇട്ട കുട്ടമ്പിള്ള പോലീസുമാരുണ്ടായിരുന്നല്ലോ, അവരുടെ ഈർക്കിൽ പ്രയോഗവും ലോക്കപ്പ് മർദ്ദനവും ഉരുട്ടുന്ന രീതിയും ഒക്കെ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതൊന്നും വില പോകില്ല. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലമാണ് സാറുമാരെ. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ നെറികേടുകളും അപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുകയും അവരത് ചർച്ച ചെയ്യുകയും പ്രതിഷേധം ഇളകുകയും ചെയ്യും. തൊപ്പി കാണത്തില്ല തലയിൽ, അത് ഓർമ്മ വേണം എന്നാണ് ഈ ക്രിമിനൽ പോലീസുകാരോട് പറയാനുള്ളത്. ആഭ്യന്തര മന്ത്രി വകുപ്പിൽ ഒരു പൊളിച്ചെഴുത്ത് തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കണ്ട് ഒരു പരാതി പറയാനായിട്ട് സെക്രട്ടേറിയറ്റിലെത്തിയ വയോധികയെ പോലീസുകാർ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വർക്കല ഇടവ വെൺകുളം ചെമ്പകത്തിൻമൂട് കൽക്കൂട്ടം വിള വീട്ടിൽ ശാരദയാണ്. അതായത് 79 വയസ്സുള്ള ഒരു ഹൃദ്രോഗിയാണ് ഈ ശാരദ. ഇവർ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് സെക്രട്ടേറിയറ്റിൽ എത്തിയത്. എന്നാൽ പരാതി കേൾക്കാനോ കേസ് എടുക്കാനോ പോലീസുകാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെ കാണാൻ പോലും അനുവദിക്കാതെ അവരെ ആക്രമിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്. അയൽവാസി കടമായി വാങ്ങിയ 2.5 ലക്ഷം രൂപ തിരികെ നൽകിയില്ല എന്ന പരാതി മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശാരദ എത്തിയത്. ഇത് സംബന്ധിച്ച് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് കോടതി പരിഗണനയിലാണ്. ആദ്യ സന്ദർശനത്തിൽ പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ നിർദ്ദേശിച്ചുവെന്നും എന്നാൽ വീണ്ടും എത്തിയപ്പോൾ പോലീസ് അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാണ് ശാരദ ആരോപിക്കുന്നത്. വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രവേശനം നിഷേധിച്ചതായിട്ട് ഇവർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്നറിയിച്ചതോടെ 5 വനിതാ പോലീസുകാരും 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ ബലമായി ഉയർത്തി പോലീസ് ജീപ്പിലേക്ക് മാറ്റിയെന്നാണ് ശാരദയുടെ പരാതി. ഇതിനിടെ മുഖം ഇടിച്ചു വീഴുകയും ചെയ്തു എന്ന് ശാരദ പറയുന്നു. കൈകൾക്കും കാലുകൾക്കും മുഖത്തും പരിക്കേറ്റതായിട്ടാണ് ആരോപിക്കുന്നത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് തന്നെ പുറത്തുവിട്ടതെന്നും ഇതിനിടെ പോലീസുകാർ അനുനയ ശ്രമം നടത്തി പണം വാഗ്ദാനം ചെയ്തതായും പരാതിയിലുണ്ട്. അതായത് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പിടിച്ചു തള്ളുന്ന ഒരു സമീപനവും ഇവർ വീണ് മുഖം പൊട്ടുകയും ചെയ്ത സംഭവം അത് പുറത്തേക്ക് വരാതിരിക്കാൻ പോലീസുകാർ പണം വാഗ്ദാനം ചെയ്തു എന്നാണ് ശാരദ പറയുന്നത്. വർക്കല താലൂക്ക് ആശുപത്രിയിലാണ് ശാരദ ചികിത്സ തേടിയത്. ആശുപത്രി അധികൃതർ മുഖേന പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വയോധികയാണ്, 78-79 വയസ്സുള്ള ഒരു സ്ത്രീ. അവരൊരു ഹൃദ്രോഗിയും കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളോടാണ് ഇത്തരത്തിൽ, ഒരു വനിതയാണ്, ഒരു മുതിർന്ന ആളാണ് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ പോലീസുകാർ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഒരു ആരോപണം ഉയർന്നു എന്ന് കേട്ട ഉടനെ നമ്മൾ കയറെടുക്കേണ്ട കാര്യമില്ല. എങ്കിലും പറയുകയാണ്, അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുക തന്നെ വേണം. പോലീസുകാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തേ മതിയാകൂ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെടുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്ത് പിണറായി വിജയൻ സർക്കാരിന് പറ്റിയ പിഴവുകൾ ഈ സർക്കാരിന് പറ്റരുത്. പറ്റിക്കഴിഞ്ഞാൽ ജനങ്ങളോട് സർക്കാർ മറുപടി പറയേണ്ടി വരും. കാരണം
5 വർഷം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമല്ലോ. അതുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്നവരായി പോലീസുകാർ മാറരുത്. ജനമൈത്രി പോലീസ് ആണല്ലോ, ജനമൈത്രി പോലീസ് എന്നാണല്ലോ ബോർഡ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ ഇടിയൻ പോലീസുമാരായി ഒരു കൂട്ടർ മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആ ക്ലിപ്പ് ഇപ്പോൾ വൈറലാണ്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ പിതാവിനെ മർദ്ദിച്ചു, ലോക്കപ്പിലിട്ട് ക്രൂരമായി, പോലീസ് ജീപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് അദ്ദേഹം അവശനാകുകയും മരണപ്പെടുകയും ചെയ്തു. ആ സംഭവത്തിൽ ആ പോലീസുകാരനെ വിളിച്ച് ആ മരണപ്പെട്ട ആളുടെ മകൾ നെഞ്ചുപൊട്ടി ചില കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച പെരുമ്പുഴ സ്വദേശി സിയാദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിലായിരുന്നു പോലീസിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിനിരയായി മരണപ്പെട്ട സിയാദിന്റെ മകൾ ആരോപണ വിധേയനായ പോലീസുകാരനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. സിയാദിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടും പോലീസ് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മകൾ പറയുന്നു. അച്ഛന്റെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് പഴുപ്പുണ്ടായി എന്നും ആരാണ് മർദ്ദിച്ചതെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ ചോദിച്ചിരുന്നതായി മകൾ പറയുന്നു. എന്നാൽ ഫോൺ സംഭാഷണത്തിൽ ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്ന നിലപാടാണ് പോലീസുകാരൻ സ്വീകരിച്ചത്. പപ്പയെ മർദ്ദിച്ചത് സാറല്ലേ എന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ അതൊക്കെ നിഷേധിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത്. ജൂൺ 16 രാത്രിയിലാണ് അയൽവാസിയായ 13-കാരനെ കാണാനില്ല എന്ന പരാതിയുടെ പേരിൽ കുണ്ടറ പോലീസ് സിയാദിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അസുഖബാധിതനായ സിയാദ് മരുന്ന് കഴിച്ചുറങ്ങാൻ കിടക്കുമ്പോഴായിരുന്നു പോലീസിന്റെ ഈ നടപടി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും കസ്റ്റഡിയിലും വെച്ച് SI അതുൽ, കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുടുംബം പരാതിപ്പെട്ടിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ കാണാതായ കുട്ടി തിരിച്ചെത്തിയതോടെയാണ് സിയാദിനെ പോലീസ് വിട്ടയച്ചത്. എന്നാൽ മർദ്ദനമേറ്റ അവശനായ സിയാദിനെ വാരിയെല്ലുകൾ തകർന്ന് ഇൻഫെക്ഷനായ നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജീപ്പിൽ കയറ്റിയത് മുതൽ സിയാദിന് ക്രൂരമായ മർദ്ദനമാണ് നേരിടേണ്ടി വന്നതെന്ന് ഭാര്യയും സാക്ഷ്യപ്പെടുത്തുന്നു. സിയാദിന്റെ കസ്റ്റഡി മരണത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ കുറ്റവാളികളെയും ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന ആവശ്യമാണ് ഇതോടെ ശക്തമായിരിക്കുന്നത്. പോലീസുകാർ ഇങ്ങനെ ഗുണ്ടായിസം കാണിച്ചു തുടങ്ങിയാൽ എങ്ങനെയാണ് ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത്? നമുക്കറിയാം, ഈ പോലീസുകാരെല്ലാവരും, അതായത് ഈ ഗുണ്ടായിസം കാണിക്കുന്ന ഒരു കൂട്ടം പോലീസുകാരുണ്ടല്ലോ, ഞങ്ങളാണ് അങ്ങ് സേനയിലെ രാജാക്കന്മാർ എന്നുള്ള മനോഭാവമുള്ള ഒരു കൂട്ടരുണ്ട്. അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ തന്നെ ഉള്ളതാണ്, ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ. ആ ധാർഷ്ട്യക്കാരായ പോലീസുകാർ ഇപ്പോഴും, അതായത് ഭരണമാറ്റം ഉണ്ടായിട്ടും അങ്ങോട്ട് മെരുങ്ങാൻ തയ്യാറായിട്ടില്ല. മെരുക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര മന്ത്രിക്കാണ്. സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ടാണ് ഈ പോലീസുകാർ ചെന്ന് കയറുന്നത്. അവരുടെ ബൂട്ടിന്റെ ചവിട്ട് കൊള്ളേണ്ടി വരുന്നതും സാധാരണക്കാരാണ്. പ്രിവിലേജ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരുത്തന്റെ നേരെ നിങ്ങൾ കൈ പൊക്കുമോ? ഈ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ മുൻപിൽ പോയി മുട്ടും മടക്കി നട്ടെല്ലും കുനിച്ചു നിൽക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് സാർ. അപ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കില്ല, ഒന്നും ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരെ മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ചവിട്ടി കൂട്ടുന്നത്. എന്നാൽ ഇനിയും അതങ്ങ് സഹിച്ചുകൊണ്ട് നിൽക്കാൻ സമൂഹത്തിന് കഴിയില്ല. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇളകി തുടങ്ങിയിട്ടുണ്ട്. പോലീസിന്റെ ഇമാതിരി പേക്കൂത്തുകൾ അനുവദിച്ചു തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. കുറ്റവാളികളായ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നതും സർവീസിൽ തുടരുന്നതും പതിവ് കാഴ്ചയാണ്. ഏത് നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്താലും ശിക്ഷിക്കപ്പെടില്ലെന്ന ഉറപ്പാണ് പോലീസിന് വീണ്ടും വീണ്ടും ഗുണ്ടായിസം കാണിക്കാൻ ധൈര്യം നൽകുന്നത്. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുക്കുമ്പോൾ സമൂഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറയാണ് ഇളകുന്നത്. കേരള പോലീസിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ മനോഭാവത്തിലും പ്രവർത്തന രീതിയിലുമൊക്കെ ഒരു ജീർണതയാണ് പ്രതിഫലിക്കുന്നത്. അധികാരം മറയാക്കി നിയമം ലംഘിക്കുന്ന പോലീസ് ഗുണ്ടായിസത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിയമം നടപ്പാക്കേണ്ടവർക്ക് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നഷ്ടപ്പെടുമ്പോൾ സമൂഹം നേരിടേണ്ടി വരുന്നത് ഭീകരമായ അവസ്ഥയാണ്.
ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുത്താൽ പാലിക്കേണ്ട നിയമപരമായ യാതൊരു നടപടിക്രമങ്ങളും പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ സ്വന്തം താല്പര്യങ്ങൾക്കായി അതിക്രമം കാണിക്കുകയാണ് പോലീസ്. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ലോക്കപ്പ് മർദ്ദനം എന്ന പഴയകാല പ്രയോഗം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ചില പോലീസുകാരുടെ ഇടപെടൽ. കേരള പോലീസ് സ്വയം വിശേഷിപ്പിക്കുന്നത് ജനമൈത്രി പോലീസ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഇതിന് നേർ വിപരീതമാണ്. ജനങ്ങളോടുള്ള സൗഹൃദം എന്നതിനേക്കാൾ അധികാരത്തിന്റെ ദുരുപയോഗമാണ് പല സംഭവങ്ങളിലും കാണുന്നത്. ഇതിനു മുൻപും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ക്രൂരമായ പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷനുകളിൽ വെച്ച് പ്രതികൾ മരിക്കുന്ന സംഭവങ്ങൾ ഇന്നും തുടർക്കഥയാണ്. സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുന്ന ഒരാളുടെ ജീവന് സംരക്ഷണം നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മിക്കപ്പോഴും ലോക്കപ്പ് മർദ്ദനങ്ങളാണ് ഇത്തരം മരണങ്ങളിലേക്ക് നയിക്കുന്നത്. ശ്രീജിത്ത്, വിനായകൻ, കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഷാജഹാൻ എന്നിങ്ങനെ നിരവധിയായ യുവാക്കൾ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് കേരള പോലീസിന്റെ ക്രൂരതയുടെ മുഖം വെളിപ്പെടുത്തുന്നതാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷനുകൾ നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ടും കുറ്റവാളികളായ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നതും സർവീസിൽ തുടരുന്നതും പതിവ് കാഴ്ച. ഏത് നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഉറപ്പാണ് പോലീസിന് വീണ്ടും വീണ്ടും ഈ ഗുണ്ടായിസം കാണിക്കാൻ ധൈര്യം നൽകുന്നത്. ഇതിനൊരു മോചനമാണ് വേണ്ടത്. പോലീസിനെ ഒരു മികച്ച രീതിയിലേക്ക് എത്തിക്കാൻ കഴിയണം ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക്. അതിന് കഴിയും എന്നാണ് എല്ലാവരും രമേശ് ചെന്നിത്തലയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ആ വിശ്വാസം വെറും പാഴായി പോകരുത്. രമേശ് ചെന്നിത്തല കർശനമായി ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ വേണം. ചെറിയ നിയമ ലംഘനങ്ങളോട് പോലും അമിതമായി പ്രതികരിക്കുന്ന പോലീസുകാർ ജനങ്ങളുമായി ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. പ്രത്യേകിച്ച് യുവാക്കളോടും സ്ത്രീകളോടും മോശമായി സംസാരിക്കുന്നതും വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും പോലീസിന്റെ വിശ്വാസ്യത തകർത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ചില പോലീസുകാർക്കൊരു വിനോദമാണ്. ഇത് ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശത്തെയാണ് ഈ പോലീസ് ചോദ്യം ചെയ്യുന്നത്. കൂടാതെ പലപ്പോഴും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സേനയായി കേരള പോലീസ് മാറുന്നു. സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുകയും രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപകരണമായി പോലീസ് മാറുകയും ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. പോലീസ് സേനയിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് അടിക്കാൻ അധികാരമുള്ളവർ എന്ന ഒരു മനോഭാവം അങ്ങുണ്ട്. ഇത് അവരുടെ പരിശീലനത്തിലെ പാളിച്ചകളെയും മാനസികമായ അവസ്ഥകളെയും സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ വൈകൃതമുള്ള ആൾക്കാരെ എന്തിനാണ് സേനയിലേക്ക് എടുക്കുന്നത്? ഇവരുടെ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടല്ലേ സേനയിലേക്ക് എടുക്കുന്നത്? അപ്പോൾ ഇത് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നില്ലേ? ജോലിഭാരം, സമ്മർദ്ദം, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്നിവ പോലീസുകാരുടെ മാനസികാവസ്ഥയെ ബാധിക്കാം. എന്നാൽ ഇതിന്റെ എല്ലാം ഫലം നിരപരാധികളായ പൊതുജനങ്ങളുടെ മേൽ അവരെ ചവിട്ടിക്കൂട്ടാൻ ഉപയോഗിക്കരുത്. അത് അംഗീകരിച്ചു തരാൻ കഴിയില്ല. പൗരനെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവരെ ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ നിയമവാഴ്ചയുടെ തത്വങ്ങളാണ്, മൂല്യങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്. പോലീസ് സേനയുടെ തലപ്പത്തുള്ളവർ താഴെ തട്ടിലുള്ളവർക്ക് കൃത്യമായ മാനസിക ആരോഗ്യ കൗൺസിലിംഗും പരിശീലനവും നൽകേണ്ടതുണ്ട്. അതുപോലെ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കണം. അതൊരു സസ്പെൻഷനിലോ സ്ഥലം മാറ്റത്തിലോ ഒതുക്കരുത്. സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അങ്ങനെ പണി പോയി വീട്ടിലിരിക്കുമ്പോൾ ഇവന്മാരൊക്കെ നന്നായിക്കൊള്ളും. സേനയിൽ ഉള്ളപ്പോൾ കാക്കിയിട്ടാലേ അതിനൊരു വിലയുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വെറും മനുഷ്യര് തന്നെയാണ്. കാക്കിയിട്ടാൽ ഞങ്ങളാണ് രാജാവ് എന്നുള്ള ആ ചിന്തയൊക്കെ അങ്ങ് നാലായിട്ട് മടക്കി പോക്കറ്റിലിടണം സാറേ. ഇക്കാലത്ത് ഇതൊന്നും വില പോകില്ല. പോലീസ് സേനയിൽ സമൂലമായ മാറ്റം അനിവാര്യമാണ്. നിയമം നടപ്പാക്കുക എന്നതിനൊപ്പം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ചുമതലയും പോലീസിനുണ്ട്. പോലീസുകാർക്ക് നിയമത്തെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും കൂടുതൽ പരിശീലനം നൽകുക തന്നെ വേണം. ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ നടപടികളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനുഷ്യത്വപരമായ സമീപനത്തെക്കുറിച്ച് ക്ലാസുകൾ നൽകണം. അധികാരം വിവേകത്തോടെ ഉപയോഗിക്കേണ്ട ഒന്നാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. കുറ്റം ചെയ്യുന്ന പോലീസുകാർക്കെതിരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഇത് സേനയിൽ അച്ചടക്കം കൊണ്ടുവരുമെന്നതിൽ ഒരു സംശയവുമില്ല. പോലീസ് സ്റ്റേഷനുകളിലും വാഹനങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഇത്തരം അതിക്രമങ്ങൾ തടയാൻ സഹായിക്കും. ഇത് പോലീസുകാരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കും. പോലീസ് ജനങ്ങളുമായി സംവദിക്കാനുള്ള വേദികൾ സൃഷ്ടിക്കണം. പോലീസിനോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാനും വിശ്വാസം വളർത്താനും ഇത് സഹായിക്കും. നിയമപാലകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ അരുതാത്ത പ്രവൃത്തിയും
ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും. ജനമൈത്രി എന്ന പേരിൽ മാത്രം കാര്യമില്ല. ആ പേരിനെ യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തികളിലേക്ക് പോലീസ് കടക്കണം. പോലീസിന്റെ ഗുണ്ടായിസം സഹിക്കാൻ ഇനിയും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കഴിയില്ല. സാധാരണക്കാർ എന്ന് എടുത്തു പറയുന്നത് കാരണം അവരാണ് ദുരിതം അനുഭവിക്കുന്നത്. രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.